നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിനുള്ള പോർച്ചുഗലിന്റെ 26 സ്ക്വാഡ് ഇന്നലെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചു. 39-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 6ാമത്തെ യൂറോ കപ്പിനാണ് അദ്ദേഹം പോകുന്നത്. അതായത് റെക്കോർഡ് അദ്ദേഹം ഇടാൻ പോകുന്നു എന്നർത്ഥം. ക്രിസ്ത്യാനോ വലിയ ആവേശത്തിലാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം, സ്ക്വാഡ് പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള പ്രതികരണം നോക്കുക. പ്രൗഡ് ടു ബി ബാക്ക് റെപ്രസെന്റിംഗ് പോർച്ചുഗൽ അറ്റ് യൂറോ കപ്പിൽ പോർച്ചുഗലിനെ വീണ്ടും റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നതിൽ വലിയ അഭിമാനമുണ്ട്. ലെറ്റ്സ് ഗോ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവേശം പ്രകടിപ്പിക്കുന്ന ചിത്രം തന്നെ പങ്കുവെക്കുന്നു. അതെ, 39 വയസ്സായി. ഓൾറെഡി 5 യൂറോ കപ്പ് മത്സരങ്ങൾ കളിച്ചു. അനവധി റെക്കോർഡുകൾ യൂറോ കപ്പിൽ ഇട്ടു എന്ന് മാത്രമല്ല, യൂറോ കപ്പിൽ ഒരു തവണ ചാമ്പ്യനുമായി. എന്നിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. ഒരിക്കൽ കൂടി യൂറോ കപ്പ് കളിക്കാൻ പോകുന്നതിൽ അദ്ദേഹം വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. പോർച്ചുഗലിന്റെ ദേശീയ ടീമിനായിട്ട് 206 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. അത് റെക്കോർഡാണ്. ഇതുവരെ ആരും അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇത്രയധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല. 128 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതും റെക്കോർഡാണ്. ഇതുവരെ പുരുഷ ഫുട്ബോളിൽ ഇത്രയധികം ഗോളുകൾ മറ്റാരും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നേടിയിട്ടില്ല. ആ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് വീണ്ടും യൂറോ കപ്പിനെത്തുമ്പോൾ വലിയ ആവേശം പ്രകടിപ്പിക്കുന്നത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം യൂറോ ക്വാളിഫയറിൽ മിന്നും പ്രകടനമാണ് നടത്തിയത്. ഒറ്റ കളിയും തോൽക്കാതെ എല്ലാ കളിയും വിജയിച്ചുകൊണ്ട് അവർ എത്തിയതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു അവരുടെ ടോപ്പ് സ്കോറർ. ഇനി യൂറോ കപ്പിന് മുന്നോടിയായിട്ട് അവർ സൗഹൃദ മത്സരങ്ങളും കളിക്കുന്നുണ്ട്. ജൂൺ 5-ന് ഇന്ത്യൻ സമയം 12:15 AM അവർ ഫിൻലാൻഡുമായിട്ട് കളിക്കുന്നു. ജൂൺ 8-ന് രാത്രി ഇന്ത്യൻ സമയം 10:15 അവർ ക്രൊയേഷ്യക്കെതിരെ കളിക്കുന്നു. പിന്നെ ജൂൺ 12-ന് ഇന്ത്യൻ സമയം 12:15 AM അവർ അയർലൻഡുമായിട്ട് കളിക്കുന്നു. 3 സൗഹൃദ മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് അവർ യൂറോ കപ്പിലേക്ക് എത്തുക. യൂറോ കപ്പിൽ അവരുടെ ആദ്യ മത്സരം സെച്ചിയക്കെതിരെ ജൂൺ 19-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 രണ്ടാമത്തെ മത്സരം തുർക്കിയെക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം 9:30. ജൂൺ 22 രാത്രി 9:30 രണ്ടാമത്തെ മത്സരം. അതിനുശേഷം ജൂൺ 27 പുലർച്ചെ 12:30 അവര് ജോർജിയക്കെതിരെയും കളിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.